Lina kantong beli. Mau itu beli ada dunia. Kita lo. Jadi nung ane beli sini orang kan kita mau buru. ഇതെന്ത് മീനാണ്? അത് കരിമീൻ. ഓ, കരിമീൻ. കരിമീൻ ഇതെന്തോ സാധനം? മുരിങ്ങ ഭയങ്കര വേറെ വലുതാണ്. ഇതാണ്ടേ, ഇതേപോലെ കക്ക ഒരുപാട് കിട്ടുന്നുണ്ടല്ലേ. ജീവനുള്ളതാണ് ഇത്. പിന്നെ ഇവിടെ കിടന്നാൽ ചത്തോട്ടേ ഉള്ളല്ലേ. എന്തൊരു ഉപയോഗത്തിനുള്ള പറ്റും ഇത്? അലങ്കാര പണിക്കുമെല്ലാം ഒരു പക്ഷേ കണ്ടത് അല്ലേ? കീച്ചേനൊക്കെ കാണാൻ രസമുണ്ട്. ഉണ്ട്, നല്ല ജീവനുള്ള സാധനമാണ്. ഇവിടെ കംപ്ലീറ്റ് ഈ കക്കയാണ് കിടക്കുന്നത്. ഈ ടൈപ്പ് കക്കയാണ് ഇവിടെ കിടക്കുന്നത്. വല എറിയുമ്പോഴേ കിട്ടുന്ന സാധനമാണ് ഇത്. പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അതുകൊണ്ട് വല കുരുങ്ങുന്ന ഈ കക്കകൾ ഇവിടെ ഉപേക്ഷിക്കുകയാണ് പതിവ്. ഇല്ല, വേലിയേറ്റത്ത് കയറി വരുന്ന ഷപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കായലിലേക്ക് പോവുകയാണ്. വേലി ഇറക്ക സമയത്ത് ഇതെല്ലാം തിരിച്ച് ഇതേപോലെ വരും, ഇതേ റൂട്ടിൽ. സാധാരണ ഒരാൾ ഒരു പുലിവരയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഡെയിലി ഒരു 800,000 രൂപയൊക്കെ കിട്ടും. 800,000 രൂപ കിട്ടും. അപ്പോൾ ഇതേപോലെ വല വീശാൻ പോകുന്ന സമയത്ത് അങ്ങ് എത്ര ഒരു വരുമാനം ഉണ്ടാവുമോ ഒരാൾക്ക്? നമ്മളത് വീശുന്ന അല്ല. ഓക്കെ, ഇവിടെ വള്ളം ഉപയോഗിക്കത്തില്ലേ? ആ, വള്ളത്തിന് പോവും.
നമ്മളെപ്പോഴും ഇവിടെ തന്നെ. ഇവിടെ തന്നെ. ഇതങ്ങനെ ഹോട്ടലിൽ കൊടുക്കുകയുള്ളൂ അതോ വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ? ഇവിടെ ആരെങ്കിലും വരും. ആരെങ്കിലും വരുമല്ലേ? ഇവിടെ നമ്മുടെ ബീച്ചിൽ പോകുന്നവരാരെങ്കിലും വരും. ഇതങ്ങനെ 1000 രൂപയ്ക്ക് വിൽപ്പന നടക്കുമോ? അത്രയും നടക്കില്ല. ഇത് വന്നിട്ടൊന്നും നടന്നില്ല. പൊതുവെ ഇങ്ങനെയാണോ? 1000 രൂപയ്ക്ക് നമുക്ക് നടന്നെങ്കിൽ നമ്മൾ പിന്നെ അല്ല, പൊതുവെ അവസ്ഥ ഇതാണോ? വളരെ കുറവാണ്. ആണോ? അതെന്താ പറ്റുന്നത്? വനക്കാർ കായൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടേ. ആ, ഓ ശരി. ഈ മൂക്കിലൊക്കെ വനമാണ്. എവിടെ? ഇതിൻ്റെ അങ്ങ് അറ്റത്ത്. ആ, പുഴയിലോ? പുഴയിലല്ല, ഇത് ഇന്ന് കായലിലാണ് ഇറങ്ങുന്നത്. ഓ, അങ്ങോട്ടാ കായലല്ലേ? ഇഷ്ടംപോലെ വനക്കാരാണ്. കലയ്ക്ക് വല കൊണ്ട് വെച്ചാൽ പിന്നെ വെള്ളം ഏറ്റെടുത്താലും മീൻ കറി വരും. ഓക്കെ. അന്നേരം അവിടെ പോയി വലയിട്ടാലോ? അവരെവിടെ വല വെച്ചിരിക്കുന്നല്ലേ മീൻ വരും. അല്ല, അപ്പം നമുക്ക് അങ്ങോട്ട് പോയിക്കൂടെ? നമ്മൾ അവിടെ പോയാൽ വീശാൻ ഇതുകൊണ്ട് സൗകര്യമുള്ള സ്ഥലമല്ല. ഓ, അങ്ങനെ. ഒരുപാട് തുറന്നു നടക്കുന്നുണ്ട്. ആ ഹാ ഹാ. വേറെ കായലിൽ വെള്ളക്കാർ കാണുമല്ലോ. വെള്ളക്കാർ കിടക്കുന്നതാണ് മീൻ കടലിൽ നിന്ന് കയറി വരാം. ഏറ്റത്തിന് മീൻ വരാതെ ആ, ഈ ഭാഗത്ത് എവിടെയെങ്കിലും മലയുണ്ടെ വരില്ല. ഇവിടെ പൊതുവേ മുള്ളിയും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അല്ലേ? ചെറിയ മീനുകളേ ഉള്ളൂ. ഇത് മീനുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളത് വലിയ മീനാ കിട്ടത്തില്ല. എന്താ കാര്യം? അല്ല, വലിയ മീൻ ഇങ്ങോട്ട് വന്നാൽ കിട്ടാതിരിക്കാൻ എന്താ കാര്യം? ആ, പൊട്ടിപ്പോവാ അങ്ങനെ. ആ, മനസ്സിലായി. 10-15 വർഷം കൊണ്ട് മീനില്ല. ഇതാണ് അവസ്ഥ. ഈ കാര്യങ്ങൾ ഇതല്ല. ഇപ്പോൾ അവിടെ ചീപ്പിൻ്റെ പണിയാണല്ലോ. ചീർപ്പിൻ്റെ ആ ഹാ ഷട്ടറിൻ്റെ പണിയാണല്ലോ. ആ, അപ്പോൾ ഫുള്ള് അവർ ചാക്കടിക്കുകയാണ്. ചാക്കടിക്കുന്നത്. ഈ ചാക്കടിക്ക് കഴിഞ്ഞാൽ മീൻ ഒറ്റ എണ്ണം അവിടെ നിന്ന് കയറി വരും. അതെവിടെ അടുക്കിയേക്കുന്നത്? ഈ പാലത്തിനാണ്. പാലത്തിനോട്. അത് ഷട്ടർ പൊക്കുകയും താക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഓ, ഹാ 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 ഹാ. അപ്പോൾ ഈ ഷട്ടർ ഉണക്കത്ത് ഈ നിലത്തിലേക്കുള്ള ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി പണ്ട് അത് ചെയ്തതാണ്. ആ ഹാ. കരക്കാരായിരിക്കും അല്ലെങ്കിൽ സർക്കാരായിരിക്കും, ആരാണെന്നറിയില്ല. നമുക്കൊക്കെ ഓർമ്മ വെച്ചുള്ള കാലം മുതൽ ഇതുണ്ട്. അതുണ്ട്. അത് ശരി. ആ.